പെണ്ണും പൊറാട്ടും കണ്ടു. വനിതാ വിനീത് എന്നാണ് കണ്ടത്. പ്രൊജക്ഷൻ വന്നിട്ട് 4K ആണ്. സൗണ്ട് DTS:X ആണ്. പെണ്ണും പൊറാട്ടും ഡയറക്റ്റഡ് ബൈ രാജേഷ് മാധവൻ. വാട്ട് എ ഡെബ്യൂ. സത്യം പറഞ്ഞാൽ ഞെട്ടിച്ചു. കിഡിലം ഡയറക്ഷൻ, കിഡിലം പടം. ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലുള്ള പടമാണ്. എല്ലാവർക്കും വർക്കാവുമെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റൈറ്റർ രവിശങ്കർ വളരെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സിനിമയുടെ കോർ പ്ലോട്ട് വളരെ നല്ല രീതിയിൽ കൺവേ ചെയ്യുന്നതിനോടൊപ്പം പിടിച്ചിരുത്തുന്ന ഒരുപാട് കഥാമുഹൂർത്തങ്ങൾ കൂടി വന്നപ്പോൾ പടം നന്നായിട്ട് എൻഗേജിങ് ആയിട്ട് തോന്നി. മ്യൂസിക് ബൈ ഡോൺ വിൽസെൻ്റ്. വളരെ നന്നായിട്ട് തന്നെ മ്യൂസിക് ചെയ്തു. ഇങ്ങനത്തെ ഒരു കെയോറ്റിക് മൂവിക്ക് എന്താണോ വേണ്ടത് അത് അതേ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ വർക്ക്. സ്കോറിംഗ് ഒക്കെ ഓരോ മൂഡിന് അനുസരിച്ച് പടച്ചു വിട്ടിട്ടുണ്ട്. ദെൻ സിനിമറ്റോഗ്രാഫി സബിനാണ് ചെയ്തത്. എക്സലൻറ്റ് വർക്ക്. വിഷ്വൽസൊക്കെ വേറെ ലെവലാണ്. ആ പട്ടട ഗ്രാമവും അവിടുത്തെ ആൾക്കാരും ഒക്കെ അവരുടെ രീതികളൊക്കെ വളരെ നന്നായിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ ചമൻ ചാക്കയുടെ എഡിറ്റിങ്ങും കൂടി ആയപ്പം സൂപ്പറായി. പല സംഭവങ്ങളും ഒരേ സമയം നടക്കുന്നുണ്ട്. അതൊക്കെ വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ പേസിൽ തന്നെ കാണിക്കുന്നുണ്ട്. ദെൻ കമ്മിങ് ടു പെർഫോമൻസ്. എന്ത് കിടിലുമായിട്ടാണ് പെർഫോമൻസ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ മിക്കവരും പുതുമുഖങ്ങളാണ്. പക്ഷേ അങ്ങനെ തോന്നുന്നില്ല. അവർ അഭിനയിക്കുകയല്ല, അവർ ജീവിക്കുകയാണ്. ഒരു എക്സ്പെരിമെൻ്റ് ഫിലിമിൽ ഇത്രയേറെ പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ട് പോലും ഒരു തരി പോലും ആർട്ടിഫിഷ്യാലിറ്റി ഒരു സ്ഥലത്തും വന്നിട്ടില്ല. അത്രയ്ക്കും കിടിലമായിരുന്നു ആക്ടിങ്. ആക്ടേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ബുക്ക് മൈ ഷോയിൽ നോക്കിയെടുത്തതാണ്. എന്നെ ഞെട്ടിച്ചത് പട്ടണ ഗ്രാമത്തിലെ മാഷാണ്. ഷനോജാണ് ആ ക്യാരക്ടർ ചെയ്തത്. പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. ഈ ക്യാരക്ടർ ഇതിലും മനോഹരമായി ചെയ്യാൻ കഴിയില്ല, അത്രയ്ക്ക് കിടും. പിന്നെ പട്ടണ ഗ്രാമത്തിലെ കുറച്ച് പയ്യന്മാരുണ്ട്. നമ്മുടെ ചാരുവിൻ്റെ ബോയ് ഫ്രണ്ടും പിന്നെ ചാരുവിനെ സ്നേഹിക്കുന്നവനും ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ജീവിച്ചിട്ടുണ്ട്. ഓരോ മാനറിസങ്ങളൊക്കെ അവരിടുന്നുണ്ട്. അതൊക്കെ വളരെ പെർഫെക്റ്റാണ്. നമ്മൾ ചിരി ഉണ്ടാക്കും. പിന്നെ റീന രാധാകൃഷ്ണൻ, സതീഷ്, രാജേഷ് മാധവൻ ഇവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തു. പിന്നെ പേരറിയാത്ത ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ അവരുടെ റോളുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പട്ടണ ഗ്രാമവും അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവവും പിന്നെ കുറേ തെറ്റായ ചിന്താഗതികളും മൃഗങ്ങളോടുള്ള ക്രൂരതയും ഒക്കെ വളരെ ഒരു ആക്ഷേപഹാസ്യത്തിലൊക്കെ അതിമനോഹരമായിട്ട് സംവിധായകൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഒരു സ്ഥലം നിങ്ങൾക്ക് യോജിക്കുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോവാൻ മാത്രം വിശാലം തന്നെയാണ് ലോകം. സുട്ടുവിൻ്റെ ഈ ഡയലോഗിൻ്റെ ദൃശ്യാവിഷ്കാരം കൂടി സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് നിറയും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വളരെ നല്ല VFX ആയിരുന്നു. എഗ് വൈറ്റ് VFX ആണ് ചെയ്തത്. നമ്മുടെ ഈ പാൽത്തു ജാൻവറിൻ്റെ VFX ബ്രേക്ക് ഡൗൺ ഒക്കെ കണ്ടാൽ അറിയാം അതിൻ്റെയൊക്കെ റേഞ്ച്. സോ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ശരി.